بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയാണ്. അതീവ ഗൗരവത്തിൽ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും അവിടുത്തെ പ്രതിഫലവും കാംക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടുമാണ് സത്യവിശ്വാസികൾ ഓരോരുത്തരും സൽക്കർമ്മങ്ങളിലും ഇബാദത്തുകളിലുമൊക്കെ മുഴുകുന്നതും മുന്നേറുന്നതും. അത്തരത്തില്
സത്യവിശ്വാസികൾക്ക് ഏറെ സന്തോഷം പകരുന്ന ഒരു മാസം കടന്നു വരാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തെ വരവേൽക്കുവാനും ഇബാദത്തുകളിൽ മുഴുകി ആ മാസത്തെ സൽക്കർമ്മ സമ്പുഷ്ടമാക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ആ പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ കഴിയുക എന്നുള്ളത്. അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കവ തിട്ടപ്പെടുത്താനും കഴിയാത്ത അത്രയാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വഇൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി നോക്കൂ, നിങ്ങൾക്കത് കണക്കാക്കാൻ പറ്റൂല ട്ടോ. ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ. ലോകത്തെ മുഴുവൻ സമുദ്രത്തിലെയും വെള്ളം മഷിയായി ഉപയോഗിച്ച് അള്ളാഹുവിന്റെ കലിമത്തുകൾ ഇങ്ങനെ എഴുതാൻ ശ്രമിച്ചാൽ ലനഫിദൽ ബഹ്ർ, ആ സമുദ്രത്തിലെ വെള്ളമാകുന്ന മഷി തീർന്നു പോകും. വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ, അത്ര തന്നെ മഷി അള്ളാഹ് വീണ്ടും നൽകിയാലും അത് തീർന്നു പോകും. അത്രമാത്രം നമുക്ക് ആവശ്യവും അതിലധികവുമായ അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ കാരുണ്യം നമ്മളിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ശുക്ർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രമുണ്ട്. രാത്രി സമയത്ത് കുരിടട്ടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട് വിട്ടിറങ്ങുകയാണ്. കാരണം വിശപ്പാണ്. വിശപ്പ് സഹിക്കാൻ പറ്റാത്ത അത്രയേറെയായപ്പോ ആ വിശപ്പിനുള്ള പരിഹാരം അന്വേഷിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട് വിട്ടിറങ്ങുന്നു. ഇരുട്ടിൽ ഇങ്ങനെ നടക്കുക. ആ സമയത്ത് ഇരുട്ടത്തതാ ഒരു മനുഷ്യന് തന്നെ എതിരേറ്റ് വരുന്നുണ്ട്. അടുത്തെത്തിയപ്പോ തിരിച്ചറിഞ്ഞു മഹാനായ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ ചോദ്യമുണ്ട്, അല്ലയോ അബൂബക്കർ, യാ അബൂബക്കർ, ഈ രാത്രി സമയത്ത് വീട് വിട്ടിറങ്ങാൻ താങ്കളെ പ്രേരിപ്പിച്ച വിഷയം എന്താ? അൽ ജൂഉ യാ റസൂലല്ലാഹ്, അൽ ജൂഉ യാ റസൂലല്ലാഹ്. പ്രവാചകരെ, വിശപ്പാ പ്രശ്നം. രണ്ടാളെ പ്രശ്നം ഒന്നാ അങ്ങനെ രണ്ടുപേരും കൂടെ വിശപ്പിന് പരിഹാരം അന്വേഷിച്ച് നടക്കുമ്പോഴതാ മൂന്നാമനായി ഒരാള് അവരിലേക്ക് കടന്നു വരുന്നു. രണ്ടാമ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ ചോദ്യം അതേ ചോദ്യ, അല്ലയോ ഉമർ, ഈ രാത്രി സമയത്ത് വീട് വിട്ടിറങ്ങാൻ താങ്കളെ പ്രേരിപ്പിച്ച വിഷയം എന്താ? അൽ ജൂഉ യാ റസൂലല്ലാഹ്. പ്രവാചകരെ, വിശപ്പാ പ്രശ്നം. വിശപ്പ് തന്നെയാ എന്റെയും പ്രശ്നം. മൂന്നാളും കൂടെ ഒരു അൻസ്വാരി സഹാബിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുക. ആ സഹാബി പ്രവാചകനെയും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനെയും അബൂബക്കറിനെയും റളിയല്ലാഹു അൻഹുമാ കിട്ടിയ അതിഥികളായി കിട്ടിയ സന്തോഷത്തിൽ അവരെ സ്വീകരിക്കുന്നു, അവരെ ഇരുത്തുന്നു. അവർക്ക് നല്ല ഈത്തപ്പഴവും വെള്ളവും കടിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുന്നു. ദാഹിച്ച് വിശന്ന് വലഞ്ഞ സമയത്ത് ആ വെള്ളം കുടിച്ച് ആ ഈത്തപ്പഴം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികളെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അടിവരയിട്ട് ചിന്തിക്കേണ്ടുന്ന, നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന അല്പം ചില കാര്യങ്ങൾ പ്രവാചകൻ പറയുന്നുണ്ട്. അല്ലയോ ഉമറേ, അല്ലയോ അബൂബക്കറേ, വല്ലാഹി വല്ലാഹി ഹാദാ നഈം അൻതും മസ്ഊലൂന ബിഹി യൗമൽ ഖിയാമ ളില്ലൻ ബാരിദ് വറുതബൻ തയ്യിബ് വമാഉൻ ബാരിദ്. അല്ലയോ അബൂബക്കർ, അല്ലയോ ഉമർ, വല്ലാഹി ഹാദാ നഈം, പടച്ചവനാണേ സത്യം, നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നതുണ്ടല്ലോ, ഇത് അനുഗ്രഹമാണ് കേട്ടോ. അൻതും മസ്ഊലൂന ബിഹി യൗമൽ ഖിയാമ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഖിയാമത്ത് നാളില് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ളില്ലൻ ബാരിദ്, നല്ല കാലാവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, നല്ല തണുത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. വമാ റുത്തബൻ തയ്യിബ്, നല്ല ഈത്തപ്പഴാ നിങ്ങൾ കഴിക്കുന്നത്. വമാഉൻ ബാരിദ്, നല്ല തണുത്ത വെള്ളാ നിങ്ങൾ കുടിക്കുന്നത്. ഇതിന് റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുമ്പോ, ഈ ചരിത്രം വായിക്കുമ്പോ നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്, ദാഹിച്ചു വലഞ്ഞ സമയത്ത് തൊണ്ടയിലൂടെ ഇറക്കിയ ഒരു ഇറുക്ക് വെള്ളം
കൊല്ലത്തിന് അള്ളാഹാന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുന്നത് അബൂബക്കറുൻ ഫിൽ ജന്ന ഉമറുൻ ഫിൽ ജന്ന. അബൂബക്കർ സ്വർഗ്ഗത്തിലാ, ഉമർ സ്വർഗ്ഗത്തിലാണെന്ന് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട രണ്ട് മനുഷ്യരോടാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്നതുണ്ട്. ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിങ്ങൾ ആസ്വദിച്ച, നിങ്ങൾ അനുഭവിച്ച, നിങ്ങൾ അറിഞ്ഞ ഓരോ അനുഗ്രഹത്തെ പറ്റിയും പടച്ചോൻ ചോദ്യം ചെയ്യൂട്ടോ. പടച്ചോൻ നിങ്ങളെ ചോദ്യം ചെയ്യൂട്ടോ. മറുപടി പറയാതെ നിങ്ങൾക്ക് പോകാൻ കഴിയൂലട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരൊറ്റ ഡിമാൻഡ് പടച്ചു വെച്ചിട്ടുള്ളൂ, അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനെ പരിശോധിക്കുമ്പോ പടച്ച റബ്ബ് മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ എങ്ങനെ എണ്ണി പറയുന്നുണ്ട് പല സ്ഥലത്തും. സൂറത്തുൽ ബലദ് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ നമുക്ക് കാണാൻ കഴിയും, അലം നജ്അൽ ലഹു ഐനൈൻ, അലം നജ്അൽ ലഹു ഐനൈൻ. മനുഷ്യ, നിനക്ക് രണ്ട് നേത്രങ്ങളെ നാം തന്നില്ലയോ? കേവലം അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിച്ച ഖുർആൻ നമുക്കൊന്നും കിട്ടാനില്ല. അതിന്റെ ആശയങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാ. കോടാനുകോടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൺകുളിർക്കെ കാണാനും കണ്ട് മനസ്സിലാക്കുവാനും തരത്തില് രണ്ട് കണ്ണുകളെ നമുക്ക് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് നമ്മൾ. വലിസാനൻ വശഫത്തൈൻ, ഒരു നാവും രണ്ട് ചുണ്ടുകളും നിനക്ക് നാം തന്നില്ലയോ? പടച്ച റബ്ബിന്റെ ചോദ്യ. വലിസാനൻ വശഫത്തൈൻ, ഒരു നാവും രണ്ട് ചുണ്ടും തന്നില്ലയോ? ആശയവിനിമയം നടത്താൻ, എന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആളുകളുമായി പങ്കുവെക്കാൻ, എനിക്ക് സംസാരിക്കാൻ തരത്തില് എന്നെ സഹായിക്കുന്ന ഒരു നാവും, ആ നാവിന്റെ സംസാരം എന്റെ മുന്നിലുള്ള മനുഷ്യന് മനസ്സിലാകുന്ന തരത്തില് ആ നാവിന്റെ ഇരുവശത്തും ക്രമീകരിച്ച രണ്ട് ചുണ്ടുകളും നൽകിയ പടച്ച റബ്ബേ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിലാ. മൂന്നാമത് പറഞ്ഞു വഹദൈനാഹു നജ്ദൈൻ, ഹിദായത്ത് നൽകി എന്നുള്ളതാ. അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഒന്നാമതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഒന്ന്, ഇങ്ങനെ അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മളെ ഒരുമിച്ച് കൂടാൻ പ്രേരിപ്പിച്ച ഹിദായത്ത് എന്ന അനുഗ്രഹമുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആദ്യത്തെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു മകൻ അള്ളാഹ് കൊടുത്തിട്ടില്ല. ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യക്കും മകനും കിട്ടിയിട്ടില്ലാത്ത, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാപ്പാക്ക് പടച്ചോൻ കൊടുത്തിട്ടില്ലാത്ത, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യയ്ക്ക് ലഭിച്ചിട്ടില്ലാത്ത, ശത്രുക്കളിൽ നിന്ന് പോലും വർഷങ്ങളോളം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച് വളർത്തിയ സ്വന്തം പിതൃവ്യന് അബൂ ത്വാലിബിന് കിട്ടിയിട്ടില്ലാത്ത ഒരു അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന അനുഗ്രഹം. ആ ഹിദായത്ത് എന്ന അനുഗ്രഹം നൽകി എന്നെ ആദരിച്ചതിന് അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹിന്റെ ചോദ്യമുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമുണ്ട്. കേവലം അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് കാണാൻ കോലമുള്ള ഒരു മനുഷ്യനാക്കി നിന്നെ വാർത്തെടുത്തിട്ട് നിന്നെ മാറ്റിയിട്ട് യാ അയ്യുഹൽ ഇൻസാനു മാ ഗുർറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനും പരമകാരുണികനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആരാധന വഴിപാടുകൾ അർപ്പിക്കുന്നതിന്, നേർച്ചയർപ്പിക്കുന്നതിൽ നിന്ന്, അവനോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്, അവനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് നിന്നെ വഞ്ചിച്ചു കളഞ്ഞ, നിന്നെ തെറ്റിച്ചു കളഞ്ഞ വിഷയം എന്താണ് മനുഷ്യ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. മനുഷ്യന് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ എങ്ങനെ മനസ്സിലാക്കി അതിനെ ചിന്തിച്ച് അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ ആലോചിച്ച് ശുക്ർ അർപ്പിക്കാനും എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹ് പറഞ്ഞ ഒരൊറ്റ ഡിമാൻഡ് അതാ, ലഇൻ ശക്കർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇൻ അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിച്ചോ, ഞാൻ വീണ്ടും തരും. വീണ്ടും ആവർത്തിച്ച് ഇരട്ടിയും അതിന്റെ ഇരട്ടിയും ആക്കിയിട്ട് നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ തരും. വലയിൻ കഫർതും, നിങ്ങൾ നന്ദി കേടാ കാണിച്ചതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, ഓർത്തോ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമാണ് കേട്ടോ. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.
ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. ഒരു ഗോത്രം, ഒരു സമൂഹം അവർ അല്ലാഹുവിൽ വിശ്വസിച്ചു, സൽക്കർമ്മങ്ങളിൽ മുന്നേറി. അല്ലാഹു എന്ത് ചെയ്തു? ആകാശഭൂമികളുടെ മുഴുവൻ ബർക്കത്തും അവരുടെ മേൽ ചൊരിഞ്ഞു കൊടുത്തു. അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ, കാരുണ്യം ഒരുപാട് ഇങ്ങനെ കിട്ടിയപ്പോ ആ സമൂഹം അല്ലാഹുവിനെ വ്യാജമാക്കാൻ തുടങ്ങി. ഈ കിട്ടിയതൊക്കെ അവർ സമ്പാദിച്ചതാണ്, അവരുടെ പിതാക്കന്മാരിൽ നിന്ന് അനന്തരമായി കിട്ടിയതാണെന്ന് അവർ വാദിക്കാൻ തുടങ്ങിയപ്പോ അവർ സമ്പാദിച്ചതിനെയും നാം കൊടുത്തതിനെയും പടച്ച റബ്ബ് ഇങ്ങനെ തിരിച്ചു പിടിച്ചു ഉപമയായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങി, പ്രവാചകചര്യയിലേക്ക് മടങ്ങി, ആ പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അനുധാവനം ചെയ്യുക എന്നത് മാത്രമാണ് മാനവമോചനത്തിന്റെ ഏക മോക്ഷമാർഗമെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോ ആ ഖുർആനിലേക്ക് അടുത്ത് ആ പരിശുദ്ധ ചര്യ പിൻപറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അല്ലാഹ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ചിന്തിച്ച്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ചിന്തിച്ച് കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ വിശദീകരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. നാളെ പരലോകത്ത് അള്ളാഹന്റെ കോടതിയിൽ സൂര്യൻ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോ മനുഷ്യന് വ്യത്യസ്ത അളവിൽ ഇങ്ങനെ വിയർപ്പിൽ കുളിച്ചിട്ടുണ്ടാവും. താഴെ ചെമ്പിന്റെ തറയാണ്, അതും ചൂടായിട്ടുണ്ടാവും. ആ സമയത്ത് അള്ളാഹന്റെ അപാരമായ അനുഗ്രഹമുണ്ട്. അവന്റെ അർശിന്റെ തണല്, ആ അർശിന്റെ തണല് നൽകുന്ന 7 വിഭാഗം ആളുകളെ സുദീർഘമായ ഒരു ഹദീസിലൂടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭ്യമാകാത്ത പരിശുദ്ധമായ ആ അള്ളാഹന്റെ പരലോകത്ത് ആ ഖിയാമത്ത് നാളില് അവന്റെ അർശിന്റെ തണല് നൽകി ആദരിക്കുന്ന 7 വിഭാഗം ആളുകൾ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് എണ്ണി പറഞ്ഞ് അതിൽ ഏഴാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ورجلا ذكر الله خاليا ففاضت عيناه. ഒറ്റക്കിരിക്കുന്ന സമയത്ത് അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച്, അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിച്ച്, അനുഗ്രഹങ്ങളെ ചിന്തിച്ച് കണ്ണ് നിറഞ്ഞുപോയ മനുഷ്യനുണ്ടോ അവൻ അള്ളാഹിന്റെ അർശിന്റെ തണല് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ നമുക്ക് ചിന്തിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് പകരമായി അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ആരോഗ്യം, അതിനുള്ള സമയമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അള്ളാന്റെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അശ്രദ്ധമാകുന്ന 2 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിഅമതാനി മഅബൂനൻ അൻഹുമാ കസീറും മിനൻ നാസ്. ഏറ്റവും കൂടുതൽ ആളുകൾ അശ്രദ്ധരാകുന്ന അള്ളാഹിന്റെ 2 അനുഗ്രഹങ്ങളുണ്ട്. അസ്സിഹതു വൽ ഫറാഅ്. അതിലൊന്ന് ആരോഗ്യമാണ്, 2 ഒഴിവ് സമയമാണ്. ഇത് രണ്ടും അള്ളാഹ് കൃത്യമായിട്ട് ചോദ്യം ചെയ്യും. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് കൃത്യമായി സമയം കണ്ടെത്തിയും ആരോഗ്യം ക്ഷയിച്ചു പോകും മുമ്പ് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അവന് ശുക്രർപ്പിക്കാൻ, അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, അവനിലേക്ക് അടുക്കാൻ, പരിശുദ്ധ ഇസ്ലാമിനെ ചേർത്ത് പിടിക്കാൻ, ആ ഖുർആനിനെയും പ്രവാചകചര്യയെയും ജീവിതത്തിന്റെ മാതൃകയാക്കാൻ, അനുധാവനം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ജീവിതം ചിട്ടപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله المبيد الباعث الذي مريد الوارث القهر بالفناء ما دون وعلم من الغيب مكنون واختار من خلقه محمدا أمينا أحمده وهو بالحمد جدير أستنصره وهو نعم المولى ونعم النصير وهو على كل شيء قدير. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നികിന മേഖലകളിലും പാലിച്ചു ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും കൃത്യമായി ചിന്തിച്ച് അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന അടിമകളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടേണ്ടതുണ്ട്.
ഒരു റമളാൻ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത റമളാൻ വരെയുള്ള കവചമാണ്, പാപമോചനമാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, കഴിഞ്ഞ റമളാൻ കഴിഞ്ഞ് ഈ റമളാൻ എത്തി നിൽക്കുമ്പോഴും നമുക്ക് ആയുസ് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അൽഹംദുലില്ലാഹ് തക്കതായ നന്ദി കാണിക്കാൻ നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തേണ്ടുന്നതുണ്ട്. അടുത്ത റമളാൻ സമാഗതമാകും മുമ്പ് നമ്മൾ ഓരോരുത്തരും അതിനെ സ്വീകരിക്കേണ്ടുന്ന രീതിയുണ്ട്. അതിനു മുമ്പേ നമ്മൾ കരുതേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ റമളാനിലോ അതിനുശേഷമോ ഒക്കെയായിട്ട് നോമ്പുകൾ വല്ലതും ഖളാവിട്ടാണ് വീട്ടിൽ നിൽക്കാനുണ്ടെങ്കിൽ അതിന് സമയം പാഴാക്കാതെ റമളാൻ എത്തും മുമ്പ് അതിന് നമ്മൾ സമയം കണ്ടെത്തേണ്ടുന്നതുണ്ട്. പാപക്കറകളൊക്കെ മായിച്ച് ഒരു കുട്ടിയെ പോലെ നിഷ്കളങ്കമായി ആ റമളാനിനെ വരവേൽക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. കഴിഞ്ഞ റമളാനിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ഒരുപാട് നന്മകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, ശീലമാക്കാൻ കഴിഞ്ഞ റമളാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ മുറിഞ്ഞു പോകാതെ, നിലച്ചു പോകാതെ മരണം വരേക്കും ആ കർമ്മങ്ങളെ കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. റമളാൻ മുതൽ മരണം വരെ റമളാനിലേതുപോലെ ജീവിച്ചാൽ മരണം മുതൽ അങ്ങോട്ട് പെരുന്നാൾ പോലെ ജീവിക്കാമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടുന്നതുണ്ട്. പിണക്കങ്ങൾ അവസാനിച്ച്, തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളഞ്ഞ്, പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ്, ഇസ്തിഗ്ഫാർ തേടി മുറിഞ്ഞ ബന്ധങ്ങളൊക്കെ വീണ്ടും കൂട്ടിച്ചേർത്ത് സമയം നഷ്ടപ്പെടുത്താതെ ദാനധർമ്മങ്ങളിലൊക്കെ മുന്നേറി പരിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ, കൂടുതൽ അർത്ഥറിയാൻ ഓരോ റമളാനും മാത്രമായിട്ട് കാണരുത്. ആ റമളാൻ ഒരു കാരണമായി അവിടെ മുതൽ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടുന്നതുണ്ട്. പ്രായമായി എന്നുള്ളതോ സമയം ഒരുപാടായി എന്നുള്ളതോ ഖുർആൻ പഠിക്കാതിരിക്കാനുള്ള കാരണമല്ല എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ലബീദ് ബിൻ റബീഅയുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. കവികളിൽ പ്രധാനിയായിരുന്ന ലബീദ് ബിൻ റബീഅ കഅബയുടെ കില്ലയിൽ ആരെങ്കിലും ഒരു കവിത തൂക്കിയാൽ ആ കവിതക്ക് മറുപടിയായി ഇപ്പുറത്തൊരു കവിത തൂക്കാതെ ഞാൻ ഉറങ്ങുകയില്ല എന്ന് ശപഥം ചെയ്ത മുസ്ലിമല്ലാത്ത ലബീദ് ബിൻ റബീഅ തന്റെ 90ാമത്തെ വയസ്സിൽ വീട്ടിൽ വിശ്രമിക്കുമ്പോഴാ തന്റെ ശിഷ്യന്മാര് രണ്ടാളുകൾ വന്നിട്ട് പറഞ്ഞത്, അല്ലയോ റബീഅ, കഅബയുടെ കില്ലയിൽ ആരോ 3 വരി കവിത തൂക്കിയിട്ടുണ്ട്. നടക്കാൻ പോലും പ്രയാസമുള്ള 90 വയസ്സായ ലബീദ് ബിൻ റബീഅ ശിഷ്യന്മാരുടെ തോളിൽ കൈയിട്ട് കാല് വലിച്ച് കഅബയുടെ അടുത്തെത്തിയിട്ട് കഅബയുടെ കില്ലയിൽ തൂക്കിയ 3 വരി കവിത വായിക്കുന്നുണ്ട്. അത് വായിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദ്യമുണ്ട്, ഈ കവിത ആരുടേതാ? ഈ കവിത ആരുടേതാ? അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, അത് മുഹമ്മദിന്റെ കവിതയാ, അത് മുഹമ്മദിന്റെ കവിതയാ. അപ്പൊ ലബീദ് പറഞ്ഞു, അല്ല, ഇത് മുഹമ്മദിന്റെ കവിതയല്ല. വീണ്ടും ആളുകൾ പറഞ്ഞു, ആണ്, അത് മുഹമ്മദിന്റെ കവിതയാ. വീണ്ടും വായിക്കുന്നു, വീണ്ടും വായിച്ചിട്ട് ലബീദ് പറയുന്നുണ്ട്, ഇത് മുഹമ്മദിന്റെ കവിതയല്ല. അവസാനം മുഹമ്മദിനെ കാണണം, പ്രവാചക സന്നിധിയിൽ ഹാജരാക്കുക ലബീദിനെ. ചെന്നയുടൻ ലബീദിന്റെ ചോദ്യം, അല്ലയോ മുഹമ്മദ്, ഈ കവിത താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ മുഹമ്മദ് എന്ന ചോദ്യത്തിന് പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകന്റെ മറുചോദ്യം, അതെന്താ താങ്കൾ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? പ്രവാചകനോട് ലബീദ് കൊടുത്ത മറുപടി, പ്രവാചകരെ, മുഹമ്മദ് അറബി ഭാഷയിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യന് പോലും അറബി ഭാഷയിൽ മീം എന്ന അക്ഷരം ഉപയോഗിക്കാതെ ഒരു വരി കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല. പക്ഷേ കഅബയുടെ കില്ലയിൽ ഞാൻ കണ്ട 3 വരി കവിതയിൽ എവിടെയും മീം എന്ന അക്ഷരം കണ്ടിട്ടില്ല. എഴുത്തും വായനയും പഠിക്കാത്ത താങ്കളെ കൊണ്ട് അത് സാധ്യമല്ല എന്ന് എനിക്കുറപ്പുണ്ട് മുഹമ്മദ്. അതുകൊണ്ട് താങ്കൾ പറയണം, ഇതെവിടെന്നാന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് കവിതയല്ല, വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാ, ചെറിയ സൂക്തമാ. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 3 വരി പഠിപ്പിച്ചിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ 90ാമത്തെ വയസ്സിൽ ലബീദ് പറയുന്നുണ്ട്, ഇത്രമാത്രം ശ്രേഷ്ഠമായ ആശയ സമ്പുഷ്ടമായ ഒരു മതമാണ് താങ്കൾ പഠിപ്പിക്കുന്നതെങ്കിൽ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. 90ാമത്തെ വയസ്സിൽ പ്രവാചക സന്നിധിയിൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് ലബീദ് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഇന്ന് മുതൽ ഞാൻ കവിത നിർത്തുകയാണ്, നാളെ മുതൽ ഞാൻ ഖുർആൻ പഠിക്കുക, എനിക്ക് അവസാനമായിട്ട് 2 വരി കവിത പാടണം, അത് ഞാൻ താങ്കളെ മുന്നിന്ന് പാടട്ടെ എന്ന് ചോദിച്ച് സമ്മതം പാടിയിട്ട് ലബീദ് 2 വരി കവിത പാടുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദി ലം യഗ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല. മരണമാകുന്ന വസ്ത്രം എന്നെ അണിയിക്കും മുമ്പ് ഇസ്ലാമാകുന്ന പാത്രത്തിൽ നിന്ന് എന്നെ കുടിപ്പിച്ച സർവ്വലോക രക്ഷിതാവിന് സർവ്വ
സർവസ്തുതിയും എന്ന് പറയുന്ന ലബീദിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ നമ്മൾ വൈകിയിട്ടില്ല. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഒരു പർവ്വതത്തിന്റെ മുകളിലാ ഖുർആൻ അവതരിക്കുന്നതെങ്കിൽ ആ പർവ്വതം പോലും കിടുകിടാ വിറക്കുമാറ് ആശയ സമ്പുഷ്ടമാണ് ഖുർആൻ എന്ന് പറയുമ്പോ അത് വായിച്ചിട്ട് പച്ചയായ നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ ഖുർആനിന്റെ ചോദ്യമുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലിഹാ. നിങ്ങൾ എന്താ ഖുർആനിനെ പഠിക്കാത്തെ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിട്ടുണ്ടോന്ന്. ആ ചോദ്യം നമ്മളോട് ഓരോരുത്തരോടും ആവർത്തിച്ച് ചോദിച്ച് റമളാനിന് മുമ്പേ ഖുർആനിനെ ചേർത്ത് മനസ്സിലാക്കി ആ റമളാനിൽ പരമാവധി പുണ്യങ്ങൾ കൈവരിച്ച് ഒരുപാട് ശേഖരിച്ച് പരലോകത്തേക്ക് പോകുമ്പോ ഒരുപാട് ദാനധർമ്മങ്ങളുടെ ശേഖരവുമായി പോകാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ, തെറ്റുകുറ്റങ്ങളെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. നിന്റെ ദീന് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അനുധാവനം ചെയ്ത് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി പ്രയാസങ്ങളെ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നാഥ. അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജർനാ വഅജർ വാലിദൈനാ മിനൻ നാർ. അല്ലാഹുമ്മ സബ്ബിത് أقدامنا وأرغب قلوبنا وانصرنا على القوم الكافرين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم اشف مرضانا وعاف مبتلانا وارحم موتانا وفك أسرانا واجبر كسرانا يا رب العالمين. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إنا نعوذ بك من عقوق الأبناء ومن قطيعة الأقرباء ومن تعير الأصدقاء ومن شماتة الأعداء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف النفوس ثبت نفوسنا على ملتك. ربنا تقبل منا دعاءنا وقيامنا وصلاتنا وصيامنا وتلاوتنا وصدقاتنا وسائر أعمالنا الصالحات يا رب العالمين. وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.